അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനാദരവുന്ന ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാൻ വിധി എഴുതിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ആ പ്രവാചകന്റെ അതിരില്ലാത്ത ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരണം കാണിക്കണം, എങ്കിൽ ആകാശത്തിന്റെ അധികം നിങ്ങളോട് കാരണം സ്നേഹം പുലർത്തുകയുള്ളൂ. കുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാനും നമ്മോട് കഴിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും തന്നോട് ചേർത്ത് നിർത്തി. ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിന്റെ സർവ്വജീവജാലങ്ങളോടും ഒരുപോലെയായിരുന്നു. ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ നാട് കടത്തപ്പെടുകയും ഏൽക്കുകയും അന്നവും പാനീയവും നൽകാതിരിക്കുകയും ഒട്ടകത്തിൻ്റെ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തുകയും ചെയ്തു. എന്നിട്ടും തൻ്റെ ശത്രുക്കൾ ദുരിതത്തിൽ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ അയച്ചു കൊടുത്തു. ഒരു പ്രാവിൻ്റെ കുഞ്ഞിനെ പോലും നോവിക്കരുതെന്നും കുരുവിയാത്ത ഒരു ചെറിയ ജീവിയാണ് നാം കൊല്ലുന്നെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരേ ഒരു ലോക നേതാവുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.